അമിതവണ്ണം തടയാൻ ഭക്ഷ്യ എണ്ണ ഉപയോഗം 10% കുറയ്ക്കാനുള്ള പ്രചരണത്തിൽ നടൻ മോഹൻലാലിനെ അംബാസഡറാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗായിക ശ്രേയ ഘോഷൽ, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 10 പേരെയാണ് പ്രധാനമന്ത്രി അംബാസഡർമാരായി നാമനിർദ്ദേശം ചെയ്തത്. ഭോജ്പൂരി ഗായകനും നടനുമായ നിരാഹുവ, ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു ഭാക്കർ, ഭാരദ്വാഹന താരം മീരാബായ് ചാനു, ഇൻഫോസിസ് സഹസ്ഥാപനം നന്ദൻ നിലേക്കനി, നടൻ ആർ മാധവൻ, MP സുധാമൂർത്തി എന്നിവരാണ് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്ത മറ്റു വ്യക്തികൾ. അമിതവണ്ണം തടയാനും ഭക്ഷണത്തിലെ ഭക്ഷ്യ എണ്ണ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനുമാണ് ഇവരെ അംബാസഡർമാരായി നാമനിർദ്ദേശം ചെയ്തത്. പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇവർ ഓരോരുത്തരും മറ്റു 10 പേരെ കൂടി ചലഞ്ച് ചെയ്യണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മൻ കി ബാത്തിൽ അമിതവണ്ണത്തിനെതിരെ പോരാടാനും ആളുകളോട് ഭക്ഷണത്തിൽ എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഹൻലാലിനെ ഇത്രയും തടി വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില മോഹൻലാലിനെ എതിർക്കുന്നവർ ചോദിക്കുന്നത്. അപ്പോൾ ആ വിമർശകർ അറിയാനുള്ള ഒരു കാര്യം പറയാനുള്ളത്, ചുമ്മാതെ അങ്ങ് നരേന്ദ്രമോദി മോഹൻലാലിനെ നോമിനേറ്റ് ചെയ്തത് അല്ല. പ്രായം മോഹൻലാലിന് 64 ആയി എങ്കിലും കളരിപ്പയറ്റ്, ഗുസ്തി, തായ്ക്കൊണ്ട എന്നുവേണ്ട സകല കലകളും പഠിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ. 6 പാക്കും ഒന്നും ലാലേട്ടൻ കാണിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ആരോഗ്യവാനാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആയിരുന്നു കുറെ ആളുകൾ ഉയർത്തിയത്. എന്നാൽ ലാലേട്ടന്റെ ബോഡി ഷെയ്മിംഗ് നടത്തുവാർ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പൊണ്ണത്തടിക്കെതിരായ പ്രചാരണത്തിന് മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശം ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. മൻ കി ബാത്തിലൂടെ കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ആയിരുന്നു ഇത് സംബന്ധിച്ച അറിയിപ്പ് വന്നത്. അപ്പോഴാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നത്. കൂടാതെ അദ്ദേഹം എക്സിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 10 പേരെയാണ് അദ്ദേഹം നോമിനേറ്റ് ചെയ്തത്. അതിൽ ഒരാൾ ആണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ എങ്ങനെ ആണെന്നുള്ളതാണ് ചില എതിർക്കുന്നവർ ചോദിക്കുന്നത്. എന്നാൽ ഇത്രയും കാലം ഒരു കലാകാരൻ, സകല കലാ വല്ലഭനായ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു സംശയമേ ആവശ്യമില്ല എന്നാണ് ലാലേട്ടന്റെ ആരാധകർ പറയുന്നത്. അമിതവണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തോളം യോഗ്യത മറ്റാർക്കുണ്ട് എന്നും ലാലേട്ടൻ ഫാൻസ് ചോദിക്കുന്നുണ്ട്. നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത്. ലാലേട്ടനോളം മാർഷൽ ആർട്സിനെ സ്നേഹിക്കുന്ന, ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധാലുവായ ലാലേട്ടനെ കുറിച്ച് എങ്ങനെ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാകുന്നു എന്നാണ് ചില ആരാധകരുടെ ചോദ്യം. പ്രായം 64 ആയെങ്കിലും ഇന്നും യുവത്വം വിടാത്ത താരമാണ് ലാലേട്ടൻ എന്നാണ് അവർ പറയുന്നത്. കഥാപാത്രത്തിന് അനുസരിച്ച് യോഗമുറകളും കളരിയും ആയോധന കലകളും ഗുസ്തിയും എല്ലാം ലാലേട്ടൻ സ്വന്തമാക്കിയിട്ടുണ്ട്. യോഗമുറകൾ ചെയ്യുമ്പോൾ ഒരു 18കാരന്റെ ചുറുചുറുക്കാണ് അദ്ദേഹത്തിന്. 1977 മുതൽ 1978 വരെ മോഹൻലാൽ കേരളത്തിലെ സംസ്ഥാന ഗുസ്തി ചാമ്പ്യനായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്കും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു. കൂടാതെ 2012 വേൾഡ് തായ്ക്കൊണ്ടോ ഹെഡ്ക്വാർട്ടേഴ്സ് മോഹൻലാലിന് ബ്ലാക്ക് ബെൽറ്റ് ബഹുമതി നൽകി ആരാധിച്ചിരുന്നു. ഒടിയന് വേണ്ടി രൂപമാറ്റങ്ങൾ നടത്തിയ മോഹൻലാൽ പിന്നീട് തന്റെ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നതും മലയാളികൾ കണ്ടതാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ ഡിഗ്രിക്ക് ശേഷം റെസ്ലിംഗിൽ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലുള്ള വീരകേരള ജിംഖാനയിൽ നിന്ന് സംസ്ഥാന ഗുസ്തി മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടും ഉണ്ട്. ഈ വിഭാഗത്തിൽ അദ്ദേഹം 1ാം സമ്മാനവും നേടിയിട്ടുണ്ട്. ഇനിയും കണക്കുകൾ എടുത്താൽ ഈ 64കാരൻ നേടിയത് ചെറിയ നേട്ടങ്ങൾ അല്ലെന്ന് വിമർശകർക്ക് മനസ്സിലാകും എന്നാണ് ആരാധകർ പറയുന്നത്.